ഹായ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇക്കാക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുക്കേണ്ട. അപ്പം മത്തിയാണ് ഇന്നലെ രാത്രി കൊണ്ടുവന്നിട്ട് മത്തി നല്ല നെയ്യുള്ള മത്തിയാണ്. അപ്പം ഞാൻ മത്തി പൊരിച്ചും ചെയ്ത് പിന്നെ മത്തി കുറച്ച് മുളക് കറിയും വെച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഞാൻ ചോറിൻ്റെ മേലെ മീൻ പൊരിച്ചതാക്കി കൊടുക്കൽ, അതേപോലെ മുട്ട പൊരിച്ചതുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ അങ്ങനെ ചോറിൻ്റെ മേലെ വെച്ച് കൊടുക്കും. പിന്നെ ഉപ്പേരി അച്ചാറൊക്കെ വേറൊരു പാത്രത്തിൽ ആക്കി കൊടുക്കലാണ്. കറിയൊക്കെ ഞാനിപ്പോൾ രാവിലെ വെച്ചതാണ് കേട്ടോ, മീൻ മുളക് ഇട്ടതാണ്. അപ്പം അത് കറിപ്പാത്രത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ചോറും കറിയൊക്കെ പിന്നെ രാവിലെ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് നേരത്തെ ആവും കേട്ടോ. പിന്നെ വൈകുന്നേരം രാത്രിക്കൊക്കെയുള്ള ചോറ് പിന്നെ ഞാൻ വൈകുന്നേരമാണ് വെക്കൽ. രാവിലെ വെക്കുന്ന ചോറായതുകൊണ്ട് ചിലപ്പോൾ രാത്രി നേരെ ഇരിക്കല, അപ്പോൾ ഇനി കേട് വരുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വൈകുന്നേരം രാത്രിക്കൊക്കെയുള്ള ചോറ് അങ്ങനെ വെക്കലാണ്. പിന്നെ അതാ ഞാൻ കൂട്ടാൻ പാത്രത്തിൽ കറിയാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു കവർ വെച്ചിട്ടാണ് ഞാൻ മൂടി കൊടുക്കൽ, അല്ലെങ്കിൽ കറി ലീക്കായി പോകും. അപ്പം ഇങ്ങനെ വെച്ചാണ്ട് മൂടി കൊടുക്കലാണ്. പിന്നെ കൂട്ടാൻ പാത്രത്തിൽ കുറച്ച് അച്ചാറും ആക്കി കൊടുക്കുന്നുണ്ട്. മീൻ കറിയും മീൻ പൊരിച്ചതും ആണ് ഇപ്പം നിർബന്ധമുള്ളത്. അച്ചാർ പിന്നെ ഞാൻ ആക്കി കൊടുക്കുന്നതാണ്, വേറെ ഉപ്പേരിയൊന്നും വെച്ച് കൊടുക്കാത്തതല്ല. അപ്പോൾ ഇപ്പം ഇതേപോലെ ഒരു കവറിൽ ഇട്ടുങ്ങാണ്ട് കെട്ടി കൊടുക്കും. എന്നിട്ട് പിന്നെ വേറൊരു നല്ലൊരു കവറിലേക്ക് ഇറക്കി വെച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മാതളി നാരങ്ങ കേട്ടോ, ഞങ്ങൾ അയൽവാസിയിൽ നിന്ന് തന്നതാണ്. ഞങ്ങളവിടെ ഇതിന് മാതളി നാരങ്ങ എന്ന് പറയും, പലയിടത്തും പല പേരാണ് ഇക്കാരം. അപ്പോൾ നല്ല മൂത്ത മാതളി നാരങ്ങ കേട്ടോ, അതാണ് നല്ലൊരു റോസ് കളറുണ്ട്, നല്ല മൂത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതൊരു വെള്ള കളറാണ് ഇക്കാരം. ഇത് അച്ചാറിടും ചെയ്യും കേട്ടോ. ഞാനിതേപോലെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം അച്ചാറിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, അച്ചാറിട്ടിട്ട് നല്ല ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല കേട്ടോ, എന്നാലും അച്ചാറിടും ഇത്. അപ്പം ഞാനിനിപ്പോൾ അത് തോലൊക്കെ പൊളിച്ചു കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ, മക്കൾ തിന്നും. അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ട് മൂത്തതുകൊണ്ട്. അപ്പം ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളടുത്തുള്ള പറമ്പിൽ നിന്ന് കൂക പറിച്ചതാണ് കേട്ടോ. ഇത് കൂകപ്പൊടി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂക പറിച്ചതാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് അങ്ങനെ പറിച്ചതാണ് കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കുന്ന രീതിയും പൊടിയായി കിട്ടുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.